സമയം രാവിലെ 9:13 ആയിട്ടുണ്ട് കേട്ടോ. പ്രീ മാർക്കറ്റ് സെക്ഷൻ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ്. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി 1%, പിന്നെ നിഫ്റ്റി ഒരു 1%ന്റെ അടുത്തും ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്ത ഏരിയന്ന് ഏകദേശം ഒരു 220 പോയിന്റ്സ് ഈ റേഞ്ചിലൊക്കെ ആയിട്ടാണ് വരുന്നത്. 23,970 ആ റേഞ്ചിലൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. 50 ടൈം ഫ്രെയിമിലിട്ട് നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ അന്ന് സംസാരിച്ച പോലെ തന്നെ നമ്മുടെ അതായത് 11 മെയ് ക്ലോസ് ചെയ്ത അല്ലെങ്കിൽ റിവേഴ്സിൽ വന്ന ആ ഒരു ഏരിയയുടെ അടുത്താണ് വരുന്നത്. ഇവിടുന്ന് ഇനി പ്രൈസ് ആക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം എന്തായാലും. മുകളിൽ പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ട് കവർ ചെയ്യാനായിട്ട്. ഏകദേശം 11 മെയ്യിൽ ക്രിയേറ്റ് ചെയ്തൊരു ഗ്യാപ്പ്, പിന്നെ ഒരു VCPR എടുക്കുന്നുണ്ട്, അതും 11 മെയ്യിൽ തന്നെയാണ്. അതും എത്രത്തോളം എഫക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോ ഓൾമോസ്റ്റ് നമ്മുടെ സപ്പോർട്ടിലാണ്, പെർഫെക്റ്റ് ആയിട്ട് അവിടെയാണ് ഓപ്പൺ ചെയ്തില്ല. അവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വരച്ച ആ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മള് ഈ സോണുകളൊക്കെ വരയ്ക്കാനുള്ള കാരണം അതിന്റെ ഇതൊക്കെ റീസൺ ഒക്കെ. ഇപ്പൊ എല്ലാവരും വീഡിയോ ഇന്നലത്തെ അനാലിസിസ് വീഡിയോ കാണുക. അപ്പൊ ഇനി മുതൽ എന്നും ഇടാൻ വേണ്ടിട്ട് ശ്രമിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ ഒരുവിധം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരം സെയിം തന്നെയാണ് നമ്മൾ എടുക്കാറ്. വലിയ മാറ്റങ്ങളൊന്നും വരാറില്ല. പിന്നെ എൻട്രി എടുക്കുന്നത് മാത്രമാണ്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു എൻട്രി വരികയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് ചെയ്യാം. നമ്മൾ 9:50 എൻട്രി എടുത്തതിന്റെ ശേഷം ഇപ്പൊ ഏകദേശം 1.25 മണിക്കൂറിന്റെ അടുത്തൊക്കെ ആയിട്ടാണ്. 11 മണിയായി. പക്ഷെ ആദ്യം നമ്മൾ എവിടുന്നാണ് കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് അപ്സൈഡിലേക്ക് ഒരു മൂവ് തന്നെയാണ് തന്നത്. പക്ഷെ പ്രീമിയത്തിൽ തീരെ മൂവ്മെന്റ് ഇല്ല കേട്ടത്. അതിന് ശേഷം അവസാനം വന്ന കുറച്ച് റിജക്ഷൻ ക്യാൻഡിൽസ്, ഒരു 3-4 റിജക്ഷൻ ക്യാൻഡിൽസ് കൊണ്ട് നമ്മൾ എവിടെയാണ് എൻട്രി എടുത്ത സെയിം ഏരിയയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് പ്രൈസ്. അപ്പോൾ നമ്മള് 130 ക്വാണ്ടിറ്റി 108 ബൈ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഏകദേശം സ്റ്റോപ്പ് ലോസിന് എടുത്തിട്ട്
ട്രെയിൽ ചെയ്തിട്ട് 110.25 വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഇതില് കോസ്റ്റ് ലോസിൽ നമുക്ക് ഇന്ന് ഇറങ്ങണം, ലോസാ വരുന്നുള്ള രീതിയിൽ. പക്ഷെ പ്രീമിയം, അതായത് ഇപ്പൊ വീഴുന്ന ക്യാൻഡിൽസിന്റെ ആ ഒരു മൊമെന്റ് കണ്ടാൽ തന്നെ ഭയങ്കരമായിട്ട് പ്രീമിയം താഴേക്ക് വീണുകൊണ്ടിരിക്കുക. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മുടെ എസ് എൽ ഹിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇനി എസ് എല്ലിനെ ഗേറ്റ് കൊണ്ട് വെച്ചാൽ കൂടിയിട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആവും പലപ്പോഴും. കാരണം അത്രയും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് വീണതിന്റെ ശേഷമൊക്കെ ആവുക, പിന്നെ ഇതിലേക്ക് പോവുക. അപ്പൊ നമ്മളെടുത്ത റിസ്ക് ഇതും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ വീണ് കഴിഞ്ഞാൽ എത്രത്തോളം ഓപ്പോസിറ്റ് പിന്നെ പോകണം എന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ പ്രീമിയം മെൽറ്റ് ആവാം, അല്ലെങ്കിൽ പിന്നെ നാളെ എക്സ്പയറി കൂടിയാണല്ലോ. അപ്പൊ അതെല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്താ ഉണ്ടാവാന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഇനി. ഇപ്പത്തെ ഓൾമോസ്റ്റ് എസ് എല്ലിന്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോ അധികം പോയിന്റ്സ് ഒന്നും ഇല്ല. കാരണം ഒരു 6-7 പോയിന്റ്സ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് സ്പോർട്സ് ചാർട്ടും പ്രീമിയം ചാർട്ടും വെച്ചിട്ട് നോക്കി വരും. കാരണം സ്പോർട്സ് ചാർട്ടിൽ ഇനി താഴേക്ക് വരാനുള്ള നല്ല മൂവ് ഉണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രീമിയത്തിന്റെ ചാർട്ടിൽ പെട്ടെന്ന് എസ് എൽ ഹിറ്റ് ഔട്ടാ. നമ്മള് എൻ്റെ അടുത്തതിന്റെ ശേഷം ഏകദേശം സമയം 11:28 ഉണ്ട് കേട്ടാ. നമ്മള് 10:09, 10:50 ആ ഒരു സമയത്താണ് എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിനുശേഷം നമ്മൾ എവിടുന്നാണ് എൻ്റെ എടുത്തത് അവിടുന്നാണ് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ക്യാൻഡിൽ സ്പോർട്സ് ചാർട്ടിൽ. പക്ഷെ പ്രീമിയത്തിന്റെ ചാർട്ടിൽ യാതൊരു മൂവും ഇല്ല. അപ്പൊ ഇപ്പൊ വന്ന അവസാനം രണ്ട് ചെറിയ സ്വിങ് ലോ എത്തുമ്പോഴേക്കും തന്നെ നമ്മൾ എവിടെയാണ് എൻ്റെ എടുത്തത് ആ ഒരു ഏരിയയിലേക്ക് എത്തി. സ്റ്റോപ്പ് ലോസ്, സോറി, ടാർഗറ്റിന്റെ മൂവ്. അപ്പൊ എസ് എൽ നമ്മൾ ഓൾമോസ്റ്റ് കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോ എന്തായാലും വരികയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാം എത്രത്തോളം താഴേക്ക് പോകുന്നുള്ള രീതിയിൽ. അപ്പൊ വെറുതെ ഒരു ലോസ് വരുന്നല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എസ് എൽ ഇറ്റാലും കൂടിയിട്ട് നമ്മളുടെ നിന്ന് പോവുക മാക്സിമം എത്തരാം. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എവിടുന്നാണോ വ്യൂ പറഞ്ഞ ആ കറക്റ്റ് വ്യൂവിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. പക്ഷെ പ്രീമിയത്തിൽ തീരെ മൂവ് ഇല്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുമില്ല, പ്ലാൻ ചെയ്ത പോലെ എൻട്രി എടുക്കുക. ഇനിയിപ്പോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും കൂടിയിട്ട് നമുക്ക് ലോസിൽ ഇറങ്ങണ്ട. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ ഒരു ദിവസം റിസ്ക് വെക്കാനുള്ളത് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത എൻട്രി കൂളായിട്ട് എടുക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനിയിപ്പോ എന്തായാലും അപ്സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മുകളിൽ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് ബുള്ളിഷിൽ തന്നെ നിൽക്കണത്. താഴേക്കുള്ള ഒരു നെഗറ്റീവ് ഒന്നും കാണിക്കുന്നില്ല. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അത് സെൻസസ് ആണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മുകളിലേക്ക് ഇവിടുന്ന് പോകാനുള്ള ചാൻസ് കൂടുതൽ. പക്ഷെ അത് എവിടുന്ന് നല്ല രീതിയിൽ ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റോപ്പ് ലോസ് എടുത്തതിന്റെ ശേഷം മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ നമ്മളിപ്പോ ഭയങ്കരമായിട്ട് ഇപ്പൊ ഏകദേശം നമ്മള് എസ് എൽ കയറ്റിയിട്ടുള്ളത് 110.25. ഇപ്പൊ ഏകദേശം 111 ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. എസ് എൽ ഇപ്പൊ ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എസ് എൽ ഹിറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് അടുത്ത എൻട്രിക്ക് കയറാം. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ വന്നാൽ മാത്രമേ താഴത്തേക്കുള്ള എൻട്രി എന്തെങ്കിലും കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം സ്റ്റോപ്പ് ലോസ് എപ്പോഴാണ് ഹിറ്റ് ആവുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ചധികം ലോസ് വന്നിരുന്നു. ലോസ് വന്നപ്പോഴും നമുക്ക് ഇപ്പോഴും സേഫ് ആയിട്ട് ട്രേഡ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പൈസ പോയിട്ടില്ല. എല്ലാം നമ്മൾ ഉണ്ടാക്കിയ പൈസ മാത്രം നമ്മൾ പോയി എന്തോരം ലോസ് ആക്കിയാലും കൂടി പോയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും സേഫ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും പരമാവധി എപ്പോഴാണോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക ആ നേരത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. കാരണം നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാം. അതാണ് ഒറ്റ കാരണം. നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ്.
നമ്മൾ അതിന് ശേഷം ഒരു എൻട്രി കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാര്യമായിട്ട് എടുത്ത എൻട്രി അല്ല, സത്യം പറഞ്ഞാ വെറുതെ ഒരു എടുത്ത എൻട്രി. 23,980 പുട്ട് ഓപ്ഷൻ എടുത്തത് കാരണം 2-3 വട്ടം സെയിം റെസിസ്റ്റൻസും താഴേക്ക് വീണാണ്ടപ്പോ എൻട്രി എടുത്തതാണ്. പക്ഷെ നമ്മള് ഉദ്ദേശിച്ച രീതിയിലല്ല മാർക്കറ്റ് പോയത്. കുറച്ചേരം ഇതേപോലെ താഴേക്ക് വന്നിട്ട് വലിയ മൊമെന്റ് ഒന്നും കാണിക്കാണ്ട് നമ്മൾ ഏകദേശം എൻട്രി എടുത്തത് ഒരു 1 മണി 1:15 ഉള്ളിലാ, 1:30 ഉള്ളില്. പക്ഷെ ഇപ്പൊ ഏകദേശം സമയം 2:30 ആയിട്ടുണ്ട്. 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോ നല്ല രീതിയിൽ ഒരു ക്യാൻഡിൽ 1-2 ക്യാൻഡിൽ വന്നപ്പോ പ്രീമിയം സെയിം അവസ്ഥ, കാലത്ത് സെയിം അവസ്ഥയിൽ പ്രീമിയം മെൽറ്റായി താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഇപ്പൊ SL അടിക്കാനായിട്ട് അധികം ഒന്നും ഇല്ല, കുറച്ച് തന്നെയുള്ളു. അപ്പൊ നമ്മള് അധികം ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഉണ്ടാക്കിയ ചെറിയൊരു പ്രോഫിറ്റും പോസ്റ്റ് ലോസിൽ ഇറങ്ങിയതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ വലിയ ലോസിലുണ്ട് 2000-ന് താഴേക്ക് ടോട്ടൽ ലോസ് വരുന്ന രീതിയിൽ നമ്മൾ എന്തായാലും എക്സിറ്റ് ചെയ്തിട്ട് പോകും. നമുക്ക് എന്തായാലും ഇപ്പൊ വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമോ അതോ ടാർഗറ്റിലേക്ക് റിവേഴ്സൽ ആയി പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സംഭവം ഇവിടെ മുകളിൽ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് ഒരു ടെൻഷൻ. കാരണം എന്തായാലും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് എപ്പോഴും. പോരാത്തിന് ഇന്ന് നല്ല ബുള്ളിഷും ഏരിയ. പിന്നെ ഈ ഒരു എൻട്രി ജസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തതാ, SL ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞ ഒരു ബിഗിനർ ട്രേഡർ ഒന്നും അത് എടുക്കാൻ പാടില്ല, കാരണം നമ്മുടെ മൈൻഡിനെ അത് നല്ല പോലെ ബാധിക്കും.